ഇത് കുറച്ച് ടൈം എടുക്കും. ഞാൻ പറഞ്ഞ സബൂർ വേണം. ഓരോന്ന് പാർട്സുകളും തയ്ച്ചെടുക്കുന്നത് കണ്ട് മനസ്സിലാക്കുക. സബൂറോട് ഓരോന്ന് മനസ്സിലാക്കുക. ഓരോന്ന് അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെ അടിച്ച് മുറിച്ചെടുക്കുക. ഇനി ഇതിന്റെ നമ്മളെ പോയിന്റ് ഒക്കെ ഒന്ന് കുത്തി എടുത്ത് കൊടുക്കുക. ഇതാ ഇതുപോലെ പോയിന്റുകൾ തയ്ച്ച് കഴിഞ്ഞ ഇതിന് നമുക്കൊരു കിനാരി സൈഡ്, കിനാരി എന്ന് പറയും, ചെറിയ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതാ ഇതുപോലെ ഇതുപോലെ മറ്റേ പീസും എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാണ് ഐറ്റംസ്. രണ്ടെണ്ണം ഇങ്ങനെ വരും. രണ്ട് ടൈല് കണ്ടോ. ഇത് ഇതിന്റെ സെൻട്രലായിട്ട് ഇതായി ബട്ടർഫ്ലൈ ഇവിടെ വെച്ചിട്ട് ഗൗൺ അടിക്കുന്ന സമയത്ത് കാണിച്ചത്. നമ്മൾ പാർട്സ് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ നേരെ സൂക്ഷിച്ചു വെക്കുക. ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് തീരാൻ അങ്ങനെ നമുക്കറിയാം. ഇനി ഇതാണ് സൈഡിലോട്ടുള്ള കൊള്ളി. അതുപോലെ തന്നെ നമ്മൾ ടൈൽ ചെയ്ത പോലെ തന്നെ ഇതിനെ നമ്മൾ അടിച്ച് മുറിച്ചെടുക്കുക. ഇനി ഇതിനെ നമ്മൾ അടിച്ചു മുറിച്ച് റെഡിയാക്കിയിട്ട് അവിടെ ഭദ്രമായിട്ട് അവിടെ സൂക്ഷിച്ചു വെക്കുക. ലാസ്റ്റ് സൈഡ്, ഫ്രോക്കിന്റെ സൈഡ് അടിച്ചു വരുന്ന സമയത്താണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഒരു ഭാഗം ഒന്ന് രണ്ട് കയർ വരും രണ്ട് സൈഡിലും. അതിനെ ഒന്നിനെ അടിച്ചു മുറിച്ചെടുത്തു. ഇനി അതിന് ബാക്കിയുള്ള രണ്ടാമത്തെ പീസിനെ നമ്മൾ ഇതുപോലെ അടിച്ചു മുറിച്ചെടുക്കുക. അപ്പൊ പീസ് നമ്മൾ രണ്ടും അടിച്ചു മറിച്ച് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊന്ന് പോയിന്റ് ചെയ്തെടുക്കണം. അപ്പൊ ചെറിയ സ്ക്രൂ വെച്ചിട്ട് എന്തെങ്കിലും സ്പാൻ വെച്ചിട്ട് ഇതിന് പോയിന്റ് ചെയ്തെടുക്കണം. സ്പാനിട്ട് പിടിക്കുക. അപ്പൊ സൈഡിലോട്ടുള്ള കയർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുക.